Asymptotic Giant Branch. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ മെയിൻ സീക്വൻസിൽ നിന്ന് അവിടെ കോറിലുള്ള ഹൈഡ്രജൻ ബേൺ ചെയ്ത് ഹീലിയം ആവുകയാണ്. അപ്പോൾ ഹീലിയം ആകുമ്പോൾ അവിടെ ഒരു ഫ്യൂവലിൻ്റെ ഒരു അഭാവം, അല്ലെങ്കിൽ ഫർദർ ഫ്യൂഷനുള്ള ഒരു ഫ്യൂവലിൻ്റെ ഒരു അഭാവം അവിടെ ഫീൽ ചെയ്യും. അതിന് ചുറ്റുമുള്ള ഈ ഒരു നേരത്തെ ഉണ്ടായ ഹൈഡ്രജൻ ഫ്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഹൈ എനർജി, ആ ഒരു ഹോട്ട് അറ്റ്മോസ്ഫിയർ കൊണ്ട് ആ കോറിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ, അവിടെ ഒരു തിൻ ഷെല്ലിലുള്ള ഹൈഡ്രജൻ ബേണിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കോറിൽ ചെറിയൊരു കോൺട്രാക്ഷൻ ഉണ്ട്. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഇനീഷ്യലി പെട്ടെന്ന് ഒരു എനർജി സോഴ്സ് ഇല്ലാതെ വരികയും ചെറിയൊരു കോൺട്രാക്ഷൻ സംഭവിക്കുക. ഇലക്ട്രോൺ ഡീജനറേറ്റ് പ്രഷർ കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോറിലുള്ള ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയമായി മാറി. പിന്നെ അതിന് ചുറ്റുമുള്ള ഒരു ഷെല്ലിലുള്ള ഹൈഡ്രജൻ ബേണിംഗ് പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഈ ഷെല്ലിനും പുറമേയുള്ള ഹൈഡ്രജൻ ആ ഗ്യാസ് അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പം ടോട്ടൽ സിസ്റ്റം ഒന്ന് കൂൾ ചെയ്യുന്നു, കമ്പാരിറ്റീവ്ലി കൂളറായി വരുന്നു. അപ്പോൾ നിങ്ങൾ മെയിൻ സീക്വൻസ് വിട്ട് ഒരു റെഡ് ജെയിൻ ബ്രാഞ്ചിലേക്ക് പോകുന്നു അല്ലേ. അതിനെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റിങ്റ്റീവ് റെഡിഷ് കളറായതുകൊണ്ട് അപ്പോൾ അതിനെ ഒരു റെഡ് ജെയിൻ ബ്രാഞ്ച് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പം മെയിൻ സീക്വൻസിൽ നിന്ന് എച്ച് കോർ എക്സോഷൻ കഴിഞ്ഞ് പിന്നെ റെഡ് ജെയിൻ ബ്രാഞ്ചിലേക്ക് വന്നു. അവിടെ നിന്ന് ഈ പറയുന്ന സ്റ്റാർ ഇട്ടിരിക്കുന്ന പൊസിഷനിൽ, അപ്പോൾ ലോ മാസ് സ്റ്റാർ ആണെങ്കിൽ അവിടെ ഒരു ഹീലിയം ഫ്ലാഷ് ഉണ്ടാകും അല്ലേ. ഹീലിയം ബേണിംഗ് ആണ് ആക്ച്വലി. അപ്പോൾ ഹീലിയം ബേണിംഗ് ദാറ്റ് വിൽ ഹാപ്പൻ suddenly, so they are called as helium flash. ഓക്കെ, അപ്പോൾ ആ ഒരു ഹീലിയം ഫ്ലാഷ് ഉണ്ടാകുന്ന, ഹീലിയം ഫ്ലാഷ് മീൻസ് അവിടെ ആ കറക്റ്റായിട്ടുള്ള ഹീലിയം, കോറിലുള്ള ഹീലിയം ബേൺ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹീലിയം ബേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഹീലിയം ബേണിങ്, അപ്പോൾ ഹൈ മാസ് സ്റ്റാർ ആണെങ്കിൽ ഹീലിയം ബേണിങ്, ബിക്കോസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഗ്രാജ്വലി ആണ്. അപ്പോൾ അതുകൊണ്ട് ഹീലിയം ബേണിങ് ആണ് നമ്മൾ പറയുക. ഇനിയിപ്പോൾ ലോ മാസ് സ്റ്റാറുകളാണെങ്കിൽ ഇറ്റ് ബിഗിൻസ് സഡൻലി ആൻഡ് ഇറ്റ് ഈസ് എ ഹീലിയം ഫ്ലാഷ്. അപ്പോൾ അത് ഏത് റൂട്ടിലൂടെയാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് ഈസ് ദ ഹീലിയം ബേണിങ് ഈസ് ദാറ്റ് ദ കോർ ആക്ച്വലി കൂൾസ് ഡൗൺ വിത്ത് എ റിസൾട്ടിങ് സ്ലൈറ്റ് ഡിക്രീസ് ഇൻ ലൂമിനോസിറ്റി. അപ്പോൾ ഇവിടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിവിടെ റെഡ് ജെയിൻ എത്തി, സ്റ്റാർ എത്തി, അവിടെയാണ് ഹീലിയം ഫ്ലാഷ് അല്ലെങ്കിൽ ഹീലിയം ബേണിങ് സംഭവിച്ചു. പിന്നെ ലൂമിനോസിറ്റി ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോർ ഒന്ന് കൂൾ ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് സംഭവിക്കുന്നത്? ഇത് കോറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. കോറ് കൂൾ ഡൗൺ ആണെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് എന്താ സംഭവിക്കുന്നത്? ഔട്ടർ ലേയേഴ്സ് ഓഫ് ദ സ്റ്റാർ ഓൾസോ കോൺട്രാക്റ്റ് ആ ലിറ്റിൽ. കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഹീറ്റിംഗ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, എക്സ്പാൻഷൻ സംഭവിക്കുമ്പോഴാണ് കൂളിങ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ടർ ലെയർ ഓഫ് ദ സ്റ്റാർ ഓൾസോ കോൺട്രാക്റ്റ് എ ലിറ്റിൽ ആൻഡ് ഹീറ്റിംഗ് അപ്പ് ഇൻ ദ പ്രോസസ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്ന ഈ ട്രാക്ക്. ഓക്കെ, സ്റ്റാർ കഴിഞ്ഞിട്ട് ഇവിടെ ലൂമിനോസിറ്റി കുറയുന്നുണ്ട്. പിന്നെ ടോട്ടൽ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഹീറ്റിംഗ് അപ്പാണ്. ഹീറ്റിംഗ് അപ്പ് ആകുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഈ സ്റ്റാർ കാണിച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വിത്ത് ലോവർ ലൂമിനോസിറ്റി, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാലുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കുക. സോ ദ എവല്യൂഷണറി ട്രാക്ക് ഓഫ് ദ റെഡ് ജെയിൻ നൗ മൂവ്സ് ലെഫ്റ്റ് അക്രോസ് ദ HR ഡയഗ്രാം. ഓക്കെ, ഇനി ദ ലൂമിനോസിറ്റി ഡ്യൂറിങ് ദിസ് ഫേസ് റിമെയിൻസ് മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ്, സോ ദാറ്റ് ദ പാത്ത് ഈസ് നിയർലി ഹൊറിസോണ്ടൽ ആൻഡ് സോ ഈസ് കോൾഡ് എ ഹൊറിസോണ്ടൽ ബ്രാഞ്ച്. അപ്പോൾ ലൂമിനോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം വല്ലാതെ കുറയുന്നില്ല, ബിക്കോസ് അതിൻ്റെ സർഫസ് ഏരിയയിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ലൂമിനോസിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഹൊറിസോണ്ടൽ ബ്രാഞ്ച്. സ്റ്റാർ ഓൺ ദ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് ആർ സ്റ്റാർസ് വിത്ത് ഹീലിയം ബേണിംഗ് ഈസ് occurring in the core, which in turn is surrounded by shell of hydrogen burning. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോറിലുള്ള ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട്
ബേൺ ചെയ്ത് ഹീലിയമായി മാറി. അതിൻ്റെ ചുറ്റുമുള്ള ഹൈഡ്രജൻ ബേണിംഗ് ഷെല്ല് അവിടെ ഉണ്ട്. അപ്പം ആ ഒരു സമയത്താണ് നമ്മളുടെ സ്റ്റാറിന് ചെറിയൊരു കോൺട്രാക്ഷൻ സംഭവിക്കുമ്പം മോർ ഹോട്ട് ആവും. സോ ഇറ്റ് ഗെറ്റ് ഇനഫ് എനർജി ടു ബിഗിൻ ദ ഹീലിയം ബേണിംഗ് പ്രോസസ്സ്. അപ്പം കോറിൽ ഹീലിയം ബേണിംഗ് ആണ്, അതിന് ചുറ്റും ഒരു ഹൈഡ്രജൻ ബേണിംഗ് ഷെല്ലുണ്ട്. ഓക്കെ, അതിൻ്റെ പുറത്തായിട്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ഇതാണ് നമ്മളുടെ ഒരു ഹൊറിസോണ്ടൽ ബ്രാഞ്ചിൽ എത്തിപ്പെട്ട എന്നുവെച്ചാൽ ഈ മെയിൻ സീക്വൻസിൽ നിന്ന് ഈ പ്രോസസ്സ് ഓരോന്ന് ഇതൊക്കെ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ 1 ഇയറോ 2 ഇയറോ കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ് ടേക്സ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ പല സ്റ്റാറുകളും അതിൻ്റെ ഏജ് അനുസരിച്ചാണ് ഇതിൽ നമ്മൾ ഈ പറയുന്ന HR ഡയഗ്രത്തിൽ ഏത് ബ്രാഞ്ചിലാണ് അറ്റ് പ്രസൻറ്റ് ഉള്ളത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ബ്രാഞ്ചിൽ എത്തിയ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരു സ്റ്റാറിൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സിൽ അതുപോലുള്ള ധാരാളം എന്ത് കാണാം, സ്റ്റാറുകൾ നമുക്ക് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഇപ്പം കോറിലുള്ള ഹൈഡ്രജൻ ബേൺ ചെയ്ത് ഹീലിയമായി. അപ്പം കോറിൽ അതിൻ്റെ ചുറ്റും ഹൈഡ്രജൻ ബേണിങ് ഷെല്ലുണ്ട്. ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു കോറിലുള്ള ഹീലിയവും ബേൺ ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ ബ്രാഞ്ച്. അപ്പോൾ കോറിലുള്ള ഹീലിയം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്? അപ്പോൾ ഹീലിയം ബേണിംഗ് എന്ന് പറയുമ്പം ഹീലിയം ഫ്യൂഷനാണ് സംഭവിക്കുന്നത്. ഹീലിയം ഫ്യൂഷൻ എന്ന് പറയുമ്പം 2 ഹീലിയം ന്യൂക്ലിയായി. ഹീലിയം ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു സേ ദാറ്റ് ഈസ് ആൽഫ പാർട്ടിക്കിൾ അല്ലേ. 2 ആൽഫ പാർട്ടിക്കിളുകൾ കൂടി ചേർന്നിട്ട് ഒരു ബെറിലിയം ആവും. ഓക്കെ, അപ്പോൾ ബെറിലിയം ഈസ് നോട്ട് സ്റ്റേബിൾ കോമ്പൗണ്ട്. ബെറിലിയം ഈസ് അൺസ്റ്റേബിൾ ആണ്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. പക്ഷേ ഈ ബെറിലിയായിട്ട് വീണ്ടും ഒരു ആൽഫ പാർട്ടിക്കിൾ ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ഫോം ചെയ്യും, കാർബൺ 12. ഈ കാർബണുമായിട്ട് വീണ്ടും ഒരു ആൽഫ പാർട്ടിക്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജനും കിട്ടും. അപ്പം കോറിൽ ഈ ഹീലിയം ബേണിങ്ങിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഹീലിയം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ്സ് ഈസ് കോൾഡ് ട്രിപ്പിൾ ആൽഫ പ്രോസസ്സ്. ട്രിപ്പിൾ ആൽഫ പ്രോസസ്സ് എന്ന് പറയാൻ കാരണം ഇത് ഹീലിയം ന്യൂക്ലിയർ ഈസ് ഈക്വലൻ ടു എൻ ആൽഫ പാർട്ടിക്കിൾ. സോ 3 ആൽഫ പാർട്ടിക്കിൾ ജോയിൻ ചെയ്തിട്ടാണ് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ഉണ്ടാകുന്നത്. ഈ കാർബണായിട്ട് വീണ്ടും ഒരു ആൽഫ പാർട്ടിക്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓക്സിജനേഷൻ as well. So at present the situation is your core is completely with carbon and oxygen. പിന്നെ അതിന് സറൗണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഹീലിയം ഉണ്ടാവും. ചില സെൻട്രൽ കോറിലാണ് എന്തുണ്ടാകുന്നത്, കാർബണും ഓക്സിജനും ഉണ്ട്. അതിന് സറൗണ്ടിങ് ആയിട്ട് ഹീലിയം ഉണ്ട്. അതിൻ്റെ ചുറ്റും നമ്മൾ നേരത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷെൽ ഹൈഡ്രജൻ ബേണിങ് സംഭവിച്ചു കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഹൈഡ്രജൻ ആണല്ലോ ഓൾമോസ്റ്റ് 75%. അപ്പോൾ അതിങ്ങനെ ബേൺ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഹീലിയമായി മാറും. അപ്പം അതിൻ്റെ അടുത്ത ചുറ്റുമുള്ള റിങ്ങിൽ സംഭവിക്കും. ചില ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നതനുസരിച്ചിട്ട് ഇത് സംഭവിച്ചുകൊണ്ടേ നിൽക്കും. അപ്പോൾ so after a suitably long period of time, maybe 100 million years, we could expect all of the helium in the core to have been converted into carbon and oxygen. ഞാൻ പറഞ്ഞു ആ ട്രിപ്പിൾ ആൽഫ പ്രോസസ്സ് വഴി. ഓക്കെ, സോ ദിസ് വുഡ് മീൻ ദാറ്റ് കോർ ഹീലിയം ബേണിംഗ് വുഡ് സീസ്. മീൻസ് അവിടെ വേറെ ഫ്യൂവൽ ഇല്ല, ഹീലിയം ഫ്യൂവൽ അവിടെ ഇല്ല. ദ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിസൾട്ട്സ് ഇൻ എ കോൺട്രാക്ഷൻ ഓഫ് ദ കോർ ബിക്കോസ് there is no energy source to provide the internal pressure necessary to balance the force of gravity. അപ്പോൾ എന്ത് സംഭവിക്കും, ദ കോർ കോൺട്രാക്ഷൻ സ്റ്റോപ്ഡ് ബൈ ഡീജനറേറ്റ് ഇലക്ട്രോൺ പ്രഷർ ഉണ്ടാകുന്നത് വരെ കോർ കോൺട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ കോർ ഡീജനറേറ്റ് ഇലക്ട്രോൺ പ്രഷർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോർ കോൺട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ റിസൾട്ട് ഓഫ് ദ കോർ കോൺട്രാക്ഷൻ ഈസ് എ റിലീസ് ഓഫ് ഹീറ്റ് ഇൻ ടു ദ ഹീലിയം ഗ്യാസ് സറൗണ്ടിങ് ദ കോർ. സോ ദ ഹീലിയം ബേണിംഗ് ബിഗിൻസ് ഇൻ എ തിൻ ഷെൽ. നമ്മൾ നേരത്തെ ഷെൽ ഹൈഡ്രജൻ ബേണിംഗ് പറഞ്ഞതുപോലെ ഇവിടെ ഷെൽ ഹീലിയം ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ്. നിങ്ങളുടെ കോറിന് ഇവിടെ പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുക. കോറിൻ്റെ ഉള്ളിൽ സെൻട്രൽ പാർട്ടിൽ നിങ്ങൾക്ക് കാർബൺ ആൻഡ് ഓക്സിജൻ റിച്ച് കോറാണ്.
അതിപ്പോൾ ഇനേർട്ടായിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതിന് ചുറ്റുമായിട്ട് ഒരു ഹീലിയം ബേണിംഗ് ഷെല്ലുണ്ട്, അതിന് ചുറ്റുമായിട്ട് ഹീലിയം റിച്ച് ഷെല്ലുണ്ട്, അതിന് പുറമേ ആയിട്ട് ഹൈഡ്രജൻ ബേണിംഗ് ഷെല്ലുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ പുറമേ ആയിട്ട് ഹൈഡ്രജൻ റിച്ച് ഔട്ടർ ലെയർ ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റാറിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എവിടെ എത്തി? ഇതിൻ്റെ അകത്ത് റെഡ് ജെയിൻ നേരത്തെ കഴിഞ്ഞ് ഇവിടെ ഒരു ഹീലിയം ഫ്ലാഷ് അല്ലെങ്കിൽ ഹീലിയം ബേണിങ് സംഭവിച്ച് അതിൻ്റെ ഹൊറിസോണ്ടൽ ബ്രാഞ്ചിലെത്തി. ഇവിടെ ഇതാ ടെമ്പറേച്ചർ കൂടുന്നു, അതുപോലെ ലൂമിനോസിറ്റി കൂടുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ബ്രാഞ്ചിലും നമ്മളുടെ ഹീലിയം കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിപ്പോൾ കോറിൽ നിങ്ങൾ പറയുന്ന കാർബൺ ഓക്സിജൻ റിച്ച് കോറാണുള്ളത്. അപ്പോൾ ഇനി ഈ റെഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങളുടെ സ്റ്റാർ they are going to an extraordinary things. That is, your star is entering a second red giant phase. That means ഇവിടെ എന്ത് സംഭവിക്കും? The energy from the helium burning shell also causes the outer layer to expand. So the low mass star rises into the red giant region of HR diagram ഫോർ എ സെക്കൻഡ് ടൈം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ റെഡ് ജെയിൻ സ്റ്റാർ ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടെ ഔട്ടറിലായിട്ടുള്ള ലെയർ എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ അവിടെ കൂളാവും. സോ ദ ലോ മാസ് അപ്പം കൂളായി, അപ്പം അത് എന്താവും? കൂളാവുമ്പോൾ നിങ്ങളെങ്ങോട്ടേക്ക് പോകും? അപ്പോൾ നമ്മുടെ എനർജി ഫ്രം ദ ഹീലിയം ബേണിംഗ് ഷെൽ ഓൾസോ കോസസ് ദ ഔട്ടർ ലെയർ ടു എക്സ്പാൻഡ്, ആൻഡ് സോ ദ ലോ മാസ് സ്റ്റാർ റൈസസ് ടു into the red giant region of the HR diagram for a second time, but this time it has an even greater luminosity. So അതാണ് നമ്മൾ ഈ പറയുന്ന HR ഡയഗ്രത്തിലുള്ള അസിംപ്റ്റോട്ടിക് ജെയിൻ ബ്രാഞ്ച്. ഓക്കെ, ഈ ഫേസിലുള്ള അല്ലെങ്കിൽ ദിസ് ഫേസ് ഓഫ് എ സ്റ്റാർസ് ലൈഫ് ഈസ് ഓഫൻ കോൾഡ് ആസ് അസിംപ്റ്റോട്ടിക് ജെയിൻ ബ്രാഞ്ച് ഫേസ് or AGB. Thus these stars are called the AGB stars and are on the asymptotic giant branch of the മെയിൻ സീക്വൻസ്. ഈ ഒരു ഫേസിലുള്ള സ്റ്റാറിൻ്റെ ലൂമിനോസിറ്റി ദാറ്റ് വിൽ ബി വെരി ഹൈ ആണ്. ബിക്കോസ് നിങ്ങൾ ഒരു 1 m0 മാസുള്ള ഒരു AGB സ്റ്റാർ ദാറ്റ് അറ്റൈൻ എ ലൂമിനോസിറ്റി ഓഫ് 10,000 L0, അതായത് സണ്ണിൻ്റെ മാസിന് തുല്യമായിട്ടുള്ള ഒരു AGB സ്റ്റാറിന് സണ്ണിൻ്റെ ലൂമിനോസിറ്റിയുടെ 10,000 ടൈംസ് ലൂമിനോസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന റെഡ് ജെയിനേക്കാളും എത്രയോ മേലെയാണ്. നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റെഡ് ജെയിൻ ഫേസിനേക്കാൾ എത്രയോ മേലെയാണ് ഈ ഒരു AGB അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് ജെയിൻ ബ്രാഞ്ചിൽ എത്തിയ ഒരു സ്റ്റാറിൻ്റെ ലൂമിനോസിറ്റി. ഓക്കെ, അപ്പോൾ there are many AGB stars that can be observed by amateurs, and in fact we have already described several of them in the book. Okay, this is all about AGB star.